Hi all, welcome to I Plus Training Solution. ഇന്ന് നമ്മൾ another set of previous year questions ആയിട്ടാണ് വന്നത് ഡിസംബർ 2024 തന്നെ. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. യെസ്, സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഹമ്മിങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 10101 ആൻഡ് 11110 ഈസ്. സോ എങ്ങനെയാണ് ഹമ്മിങ് ഡിസ്റ്റൻസ് കാണുക എന്നുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ എന്ന് പറയുന്നത് 1, എത്രയാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2, ദെൻ ഓപ്ഷൻ 2 എന്ന് പറയുന്നത് 3, ദെൻ 4, ദെൻ 5. ഓക്കെ, സോ 2, 3, 4, 5 ഏതാണ് ഓപ്ഷൻ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ആൻസർ ആണ്, ഒരുപാട് ടൈം ഒന്നും എടുക്കത്തില്ല. മേ ബി വിത്തൗട്ട് വർക്ക്ഔട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. യെസ്, ദ ആൻസർ ഇസ് യെസ്, യു ആർ റൈറ്റ്. ദ ആൻസർ ഇസ് 3. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹമ്മിങ് ഡിസ്റ്റൻസ് വരുന്നത്. സോ ഹമ്മിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് ബൈനറി സ്ട്രിങ് ഉണ്ടാവും. ഓക്കെ, സോ ഹിയർ വി ആർ ഗിവൺ വിത്ത് എ ബൈനറി സ്ട്രിങ്. നമ്മുടെ ബൈനറി സ്ട്രിങ് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ 10101. ഓക്കെ, then 11110. ഇതാണ് നമ്മൾ ഹമ്മിങ് ഡിസ്റ്റൻസ് കാണുന്നത്. സോ ഇവിടെ ആക്ച്വലി എക്സോർ ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ എക്സോർ ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത സെയിം ആയിട്ടുള്ളത് എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് സെയിം ആയിട്ടുള്ള നമ്പർ വരികയാണെങ്കിൽ അത് എന്താണ്, 0 ആണ് അതിന്റെ ഔട്ട്പുട്ട്. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പർ ആണ് 01 or 10 ഇങ്ങനെയാണ് നമുക്ക് വരുന്നെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. ഓക്കെ, സോ ഹമ്മിങ് ഡിസ്റ്റൻസ് എങ്ങനെയാണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ finding the distance between two binary string. Okay, here we comparing each bit and count the number of position where the bits are different, right? So ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, XOR ഓപ്പറേഷൻ ചെയ്യുന്നത്. സോ 1ഉം 1ഉം എന്താണ്, സെയിം ആണ്. സോ യുവർ വാല്യൂ ഇസ് 0. then 0 and 1, സോ നമ്മുടെ വാല്യൂ എന്താണ്, ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അതെന്താണ്, വാല്യൂ ഔട്ട്പുട്ട് 1 ആണ്. ഓക്കെ, then 1 1 again സെയിം ഇൻപുട്ട് ആണ് വന്നത്. സോ 0, ഡിഫറെന്റ് ആണ് 1. സോ എത്രയാണ് ഇവിടെ നമ്പർ ഓഫ്, ഇവിടെ 1 വന്നു അല്ലെ, ഇവിടെ രണ്ടാമത്തെ തവണ വന്നു, മൂന്നാമത്തെ തവണ വന്നു. സോ ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷൻസ് വരുന്നത് ഏതിലേക്കാണ്, 2, 3 and 5 സോ ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറൻസസ് ഇസ് 3. അതായത് എത്ര നമ്പർ ഓഫ് വൺസ് ആണോ എക്സോർ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, അതാണ് അതിന്റെ ഹമ്മിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് uses only increment operation for adding and removing the element at either end. Okay, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അൽഗോരിതത്തിൽ ഡാറ്റാ സ്ട്രക്ചറിൽ നിന്ന് വന്ന. സോ എത്രയായിരിക്കും ആൻസർ വരുന്നത്? The first question is, first option queue, second stack, 3 priority queue and 4 DQs. അപ്പൊ എന്താണ് ക്യൂ, എന്താണ് സ്റ്റാക്ക് എന്നൊന്നും ഞാൻ സെപ്പറേറ്റ് പറയണമെന്നില്ല. ക്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, ഓൾറെഡി നമ്മളെ ക്യൂ ആയിട്ട് വരുന്നത്. സ്റ്റാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ടോപ്പ് ഓഫ് ദ എലമെന്റ് എല്ലാം ഇതിലേക്ക് വന്നിട്ട് ടോപ്പ് ഓഫ് ദ എലമെന്റ് നമ്മൾ എടുക്കുന്നത്. ദെൻ പ്രയോറിറ്റി വൈസസിലാണ് നമ്മൾ ആ ഒരു ക്യൂ നമുക്ക് എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. NQ ആൻഡ് DQ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ യെസ്, യുവർ ആൻസർ ഇസ് ഇൻക്രിമെന്റ് ഓപ്പറേഷൻ ഫോർ ആഡിങ് ആൻഡ് റിമൂവിങ് അറ്റ് either and. ആഡിങ്ങും, അതായത് ആഡിങ് ഒന്നിലും റിമൂവിങ് ഒന്നിലും. ഇപ്പൊ നമ്മളൊരു ക്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടുന്നാണ് എന്ത്, അഡീഷൻ നടക്കുന്നത്, അതായത് ആഡിങ് നടക്കുന്നത്, അത് ഇൻസേർഷൻ നടക്കുന്നത്. ഇവിടുന്നാണ് എന്ത്, ആൾക്കാര് വെളിയിൽ പോകുന്നത്. ഓക്കെ, അതായത് റിമൂവിങ് നടക്കുന്നത്, റിമൂവിങ് വരുന്നത്. സോ അതാണ് പറഞ്ഞത്, അതായത് ആഡിങ് ആൻഡ് റിമൂവിങ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടക്കുന്ന എവിടെയാണ്, സെയിം ആയിട്ടുള്ള എൻഡിലായിരിക്കും. ഓക്കെ, അതാണ് DQ എന്ന് പറയുന്നത്. സോ നമുക്ക് അതിന്റെ ഓപ്ഷനിലേക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യൂ ആണ്. സോ ക്യൂ വരാൻ കാരണം നമുക്കറിയാം, ഫസ്റ്റ് ക്യൂവിൽ എന്തായിരിക്കും, ജനറലി നമ്മുടെ ഒരു റിയൽ ടൈമിൽ ക്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്ന ആളാണ് എന്ത്, ഫസ്റ്റ് ആയിട്ട് പുറത്തു പോകുന്നത് അല്ലെ. സോ ക്യൂ ഫോളോ ചെയ്യുന്നത് FIFO ആയിട്ടുള്ള മാനർ ആണ്. സോ അവിടെ ആഡ് ചെയ്യുന്നത് എവിടെയാണ്, റിയറിലും
and remove ചെയ്യുന്നത്. സോ ഇതൊരു ക്യൂ ആയിട്ട് സപ്പോസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ദിസ് ഈസ് യുവർ റിയർ. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോറി ഇതാണ് നമ്മുടെ ഫ്രണ്ട്. ഓക്കെ, ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ റിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആഡ് ചെയ്യുന്നത്, അതായത് ആൾക്കാർ നമ്മൾ വരുന്നത് ഏതിലാണ്, ക്യൂവിൽ ഈ ഏരിയയിൽ നിന്നും ആൾക്കാർ പുറത്തു പോകുന്നത് എവിടെ നിന്നാണ്, ഫ്രണ്ടിൽ നിന്നും. ഓക്കെ, ടിപ്പിക്കലി need both increment and sometimes reset or index the manipulation. It is not an increment operation. So Q normally എന്താണ്, ഒന്ന് ഫ്രണ്ടിൽ നിന്ന് പോകും, ഒന്ന് ബാക്കിൽ നിന്ന് പോകും. ഓക്കെ, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻക്രിമെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് രണ്ടും വരുന്നുണ്ട്. സോ ഇത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് an increment operation. നമ്മൾ ഇതിൽ പറഞ്ഞത് ഇൻക്രിമെന്റ് എന്ന് സ്പെസിഫിക് പറഞ്ഞത്. സോ ഓപ്ഷൻ 1 വരത്തില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാക്ക് ആണ്. സോ സ്റ്റാക്കിൽ വരുന്നത് ഏതായിരിക്കും, സ്റ്റാക്ക് ഫോളോ ചെയ്യുന്നത് ലിഫോ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്റ്റാക്കിന്റെ ഇത് വരിക. എലമെന്റ്സ് ഇത് ഇവിടെയുണ്ട്, ഇവിടെ നമ്മൾ എലമെന്റ്സ് എടുത്തു. ഓക്കെ, എലമെന്റ്സ് ഇൻസേർട്ട് ആവുന്നതും ഇതിന്റെ മീൻസ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിലാണ്. എലമെന്റ് റിമൂവ് ആവുന്നതും എവിടുന്നാണ്, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ആണ്. ഓക്കെ, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ആണ്. സോ ആഡ് ആൻഡ് റിമൂവ് ഓൺലി ഫ്രം ദി വൺ എൻഡ്. സോ ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നതും ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. സോ ആ ഒരു എൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യെസ്, ആ എൻഡിനെയാണ് നമ്മൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഇത് രണ്ടും നടക്കുന്നെങ്കിലും ഇവിടെ ഒരു ഇൻക്രിമെന്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഡിക്രിമെന്റ് ആയിട്ടുള്ള രീതിയിൽ അവിടെ വരുന്നില്ല. ആക്ച്വലി ഇത് രണ്ടും നടക്കുന്നത് ഒരൊറ്റ എൻഡിലാണ്. സോ ദാറ്റ് വി കനോട്ട് സേ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ബോത്ത് എൻഡ്. നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു ബോത്ത് എൻഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ബോത്ത് എൻഡിലല്ല, എല്ലാം ഒരു എൻഡിലാണ്. സോ എന്തായാലും സ്റ്റാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ വരത്തില്ല. അപ്പൊ നമുക്ക് അറിയുന്ന ഓപ്ഷൻസ് ആദ്യമേ എന്ത് ചെയ്യാം, അതിനെ എലിമിനേറ്റ് കളയാം. സോ ദാറ്റ് ഒരു രണ്ടോ ഓപ്ഷൻസ് മാക്സിമം നിങ്ങളിൽ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ ആ ഒരു ക്വസ്റ്റ്യന്റെ ബേസിസിൽ നിങ്ങൾക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് എഴുതിയെടുക്കാം, ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് പ്രയോറിറ്റി ക്യൂ ആണ്. യെസ്, ആ പേര് പോലെ തന്നെ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എന്തായിരിക്കും, പ്രയോറിറ്റി ആണ് നമ്മൾ ആ ക്യൂ വരുന്നത്. ഇൻസേർഷൻ ഓർ റിമൂവൽ ഡിപ്പെൻഡ്സ് ഓൺ പ്രയോറിറ്റി ബേസിസിലായിരിക്കും, നോട്ട് ഓൺ ദി ഇൻക്രിമെന്റ് ബേസ്ഡ് ഓൺ ദി എൻഡ്. സോ ആക്ച്വലി ഇൻക്രിമെന്റ് പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടാണ്. സോ ഇത് ഇൻക്രിമെന്റ് ബേസ് ചെയ്തിട്ടല്ല നമ്മൾക്ക് ഈ ഒരു നടക്കുന്നത്, ആക്ച്വലി ഇത് പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടാണ്. സോ അതുകൊണ്ടാണ് തേർഡ് ഓപ്ഷനും വരാത്തത്. ഇനി ഡി ക്യൂസ് എന്ന് പറയുന്നത് ഡബിൾ എൻഡഡ് ആയിട്ടുള്ള ക്യൂസ് ആണ്. ആക്ച്വലി നമുക്ക് ആഡ് ചെയ്യണമെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിലും ബോത്ത് സൈഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ ഇഫ് ഇംപ്ലിമെന്റഡ് യൂസിങ് എ സർക്കുലർ അറേസ് ഓർ പോയിന്റ്, ഓൺലി ദ ഇൻക്രിമെന്റ് ഓപ്പറേഷൻസ് ആർ യൂസ്ഡ് ഫോർ ദിസ്. സോ ഇൻക്രിമെന്റ് രണ്ട് സൈഡിലും നമ്മുടെ ആഡ് ഓർ റിമൂവൽ എന്ന് പറയുന്ന ഓപ്ഷൻസ് നടക്കും, ബിക്കോസ് ഡബിൾ എൻഡഡ് ആയിട്ടുള്ള ക്യൂസ് ആണിത്. സോ ഇൻക്രിമെന്റ് ഓപ്പറേഷൻസ് ആണ് അവിടെ. ദാറ്റ്സ് വൈ നമ്മുടെ ഫോർത്ത് ഓപ്ഷൻ ഇസ് കറക്റ്റ്. ഓക്കെ, എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ഉണ്ട്. ലിസ്റ്റ് 1ലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്, സോറി ലിസ്റ്റ് 1ൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഡിസിഷൻ ട്രീ, സൂപ്പർവൈസ്ഡ് ലേണിംഗ്, ANN, artificial neural network, then instance based learning. Then list 2ലുള്ളത് delta learning rule, self organizing map, പിന്നെ C4.5 algorithm, non linear regression algorithm. ഇതിൽ ചില കീവേഡ്സ് ഒക്കെ നമുക്ക് കണ്ട് നല്ല പരിചയം ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തേ. യെസ്, കിട്ടിയോ ആൻസർ? യെസ്, ഇതാണ് നമ്മുടെ ഓപ്ഷൻ. ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനും ഇത് വെച്ചും കമ്പയർ ചെയ്യാൻ ആൻസർ വേഗം പറയും. യെസ്, യുവർ ആൻസർ ഇസ് യെസ് 3. സോ 3 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് നോക്കാം എക്സ്പ്ലനേഷനിലോട്ട്. യെസ്, സോ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് ഏത് അൽഗോരിതം ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? C4.5 അൽഗോരിതം ആണ്. ആക്ച്വലി ഡിസിഷൻ ട്രീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെൽ നോൺ ആയിട്ടുള്ള അൽഗോരിതം ആണത്. ദെൻ നെക്സ്റ്റ് വൺ സൂപ്പർവൈസ്ഡ് ലേണിംഗ്. സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള റിഗ്രഷൻ അൽഗോരിതം ആണ് അല്ലെ. സോ നമുക്ക് എന്താ ക്ലാസിഫിക്കേഷൻ ഓഫ് റിഗ്രഷൻ ടാസ്ക് ആണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ വരുന്നത് അല്ലെ. സോ നോൺ ലീനിയർ ആയിട്ടുള്ള റിഗ്രഷൻ അൽഗോരിതം ആണ്. സോ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ലേബിൾഡ് ഡാറ്റ ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ANN, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്, അവിടെ ഡെൽറ്റ ലേണിംഗ് റൂൾ ആണ്. സോ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പോൾ അവിടെ മാക്സിമം ലേണിംഗ് ടൈപ്പിലാണല്ലോ വരിക. സോ അവിടെ ഡെൽറ്റ ലേണിംഗ് റൂൾ ആണ് വരുന്നത്. നോക്കിയേ എക്സ്പ്ലനേഷൻ. ഡെൽറ്റ റൂൾ
was used to train a neural network via a gradient descent. Gradient descent വഴിയാണ് ഡെൽറ്റ ലേണിംഗ് റൂൾ പ്രകാരം നമ്മുടെ ANN എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ് ആണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സെൽഫ് ഓർഗനൈസിങ് ആയിട്ടുള്ള മാപ്പ് ആണ്. ഓക്കെ, സോ ഈ സെൽഫ് ഓർഗനൈസിങ് ആയിട്ടുള്ള മാപ്പ് അതിനാണ് നമ്മളിവിടെ സോം എന്ന് എഴുതിയത്. അതൊരു ന്യൂറൽ മോഡൽ ആണ്. ഓൾസോ ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ഫിറ്റ് ബട്ട് മാച്ച്ഡ്. സോ ഇത് സെൽഫ് ഓർഗനൈസിങ് ആയിട്ടുള്ള മാപ്പ് എന്ന് പറയുന്നത് എന്തിൽ വരുന്നതാണ്, ഇൻസ്റ്റൻസ് ബേസ് ആയിട്ടുള്ള ലേണിംഗിൽ വരുന്നതാണ്. ഓക്കെ, ആക്ച്വലി സെൽഫ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാപ്പ് ഡയറക്റ്റഡ് നമ്മൾ അൺസൂപ്പർവൈസ്ഡിനാണ് വരുന്നത്. ഓക്കെ, പക്ഷെ ഇപ്പം നമ്മുടെ ഓപ്ഷൻ പ്രകാരം നമുക്കത് സ്യൂട്ടായി വരുന്ന എവിടെയാണ്, ഇൻസ്റ്റൻസിലേക്കാണ്. മാക്സിമം ഓപ്ഷനിലൊക്കെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിലാണ് സെൽഫ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാപ്പിംഗ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഓപ്ഷനിൽ അങ്ങനെ വെച്ചത്. ഓക്കെ, സോ ഇനി നമ്മൾക്ക് വരുന്നത് അടുത്തത് നോക്കിയേ, which of the following represents the output of a transition function. ട്രാൻസിഷൻ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് ആണ് നമ്മളോട് പറഞ്ഞത്. സോ നോക്കിയേ, ഇതെന്ന് പറയുന്നത് എന്താണ്, ട്യൂറിംഗ് മെഷീൻ. നിങ്ങൾക്കറിയാം ഇത് തിയറി ഓഫ് ഓട്ടോമാറ്റയിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇത് കുറച്ച് ട്രാൻസിഷൻ ഫംഗ്ഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യെസ് ഇതാണ്, ഏത് ലാംഗ്വേജ് ആണ് ആ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ പ്രകാരം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഔട്ട്പുട്ട് ഏതായിരിക്കും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ L is equal to a raised to n b raised to n such that n greater than or equal to 0. ഓക്കെ, രണ്ടാമത്തത് L is equal to a raised to n b raised to n such that n greater than or equal to 1. Third one, L equal to a raised to n b raised to n where n greater than 0. Okay, then fourth one, L is equal to a raised to n b raised to n where n greater than 1. Okay, so ഇതാണ് നമ്മുടെ ഓപ്ഷൻ. സോ ഏതായിരിക്കും, യെസ് യുവർ ഓപ്ഷൻ ഇസ് a raised to n b raised to n. സോ മാക്സിമം നമ്മൾ 2-3 ക്വസ്റ്റ്യൻ ഒക്കെ ട്യൂറിംഗ് മെഷീനിൽ കാണുമ്പോൾ ഒരു എന്താ പറയാ, ഒരു പാറ്റേൺ ഓഫ് ടൈപ്പിലുള്ള എന്താ പറയാ അൽഗോരിതം, ഐ മീൻ ലാംഗ്വേജസ് ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, a raised to n b raised to n ആണ് നമുക്ക് ഉറപ്പാണ്. പക്ഷെ അത് ഏത് കണ്ടീഷനിൽ എന്നതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. n-ന് 1 കൊടുക്കുമ്പോഴാണോ n-ന് 0 കൊടുക്കുമ്പോഴാണോ ആദ്യത്തെ എലമെന്റ് ജനറേറ്റ് ആവുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടേബിൾ ഓഫ് എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, യെസ്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പോയി നമ്മുടെ ആ ഒരു ഓപ്ഷനും ക്വസ്റ്റ്യനും വെച്ച് കമ്പയർ ചെയ്യാം. Q0 എന്ന് പറയുന്ന ഇവിടെ പോയി. സോ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ട് എടുത്തു, എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് നമ്മൾ എടുത്തു. സോ നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്ന എന്താണ്, എ വിത്ത് എക്സ്. അപ്പൊ നമ്മൾ അവിടെ ഓൾറെഡി നമ്മൾ അതിനകത്തുള്ള എക്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് എന്താക്കി, എ ആക്കി. സോ അത് മൂവ് ടു റൈറ്റ്. ആക്ച്വലി ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ ക്ലാസ്സിൽ റെക്കോർഡിംഗിൽ ഉണ്ട്. സോ ഇത് ജസ്റ്റ് ഞാനൊന്ന് സ്പീഡായിട്ട് പോവാം. സോ ഫസ്റ്റ് Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഓക്കെ, Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്തു, എ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു. ഓക്കെ, ഇനി Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, സോ എ എന്ന് പറയുന്ന ഒരു എലമെന്റിനെ റീപ്ലേസ് ചെയ്ത് വരും. ആക്ച്വലി ഇത് നമ്മൾ വരയ്ക്കുന്ന സ്റ്റാക്ക് രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ നിങ്ങൾ അത് വരച്ച് ക്ലിയർ ആക്കുക. ദെൻ Q1 എന്ന് പറയുന്നത് a/b. ഓക്കെ, അതിൽ നമ്മൾ വീണ്ടും എ തന്നെയാണ് അവിടെ വരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിം ഇൻപുട്ട് ആയതുകൊണ്ട് അവിടെ ചേഞ്ച് വരുന്നില്ല. നമ്മൾ വീണ്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ദെൻ Q1, സോ അവിടെ വരുന്നത് ബി ആണ്. സോ ബി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ y വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ അത് ലെഫ്റ്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ Q2 എന്ന് പറയുന്നത് അഗെയിൻ y ആണ്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ, ചേഞ്ച് വരുന്നില്ല. ദെൻ Q2 എക്സ് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റിൽ മാർക്കർ ചെയ്തു കൊടുത്തു, അത് ഫൗണ്ട് ചെയ്ത് വെച്ചു. ദെൻ Q3 എന്ന് പറയുന്നത് മൂവിങ് റൈറ്റിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. ദെൻ ബ്ലാങ്ക്. സോ ഈ ഒരു ഇതിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും, ആദ്യം എ വരുന്നു. ഓക്കെ, 2 എ വന്നു, പിന്നെ ബി. സോ എനി ഹൗ അതിന്റെ ആ ഒരു ഫോർമാറ്റ് a raised to n b raised to n ആണ്. പക്ഷെ എ വരുന്ന സ്ഥിതിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്ക് ഡയറക്റ്റ് 0 കൊടുക്കാൻ പറ്റില്ല. എയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ആണ്. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇതാണ് നമ്മുടെ ആ ഒരു ട്യൂറിംഗ് മെഷീന്റെ വർക്ക്ഔട്ട് ചെയ്ത് വരുന്ന സ്റ്റെപ്സ്. സോ മാക്സിമം 1-2 എക്സാമ്പിൾസ് ചെയ്താൽ തന്നെ നമുക്ക് ട്യൂറിംഗ് മെഷീന്റെ ഏത് എക്സാമ്പിൾ ഏതാണ് എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ വരും. ഓക്കെ, സോ നമ്മുടെ എക്സ്പ്ലനേഷൻ നോക്കിയേ.
ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് ഏതാണ്? a raised to n, b raised to n, where n greater than or equal to 1. So each a is matched with a comma b and it halt only എപ്പോഴാണ് അത് halt ചെയ്യുന്നത്? if all are correctly matched. സോ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ആക്ഷൻ പറഞ്ഞ പ്രകാരം കറക്റ്റ്ലി അത് മാച്ച് ചെയ്യുമെങ്കിൽ മാത്രമാണ് ആ ഒരു ലാംഗ്വേജ് അവിടെ എന്ത് ചെയ്യുന്നത്? ഹോൾഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 1a and 1b must be present. സോ ഒരു എയോ ഒരു ബിയോ പ്രസന്റ് ആണ് എന്ന് പറയണമെങ്കിൽ അവിടെ എന്തായിരിക്കും? അതിന്റെ n എന്ന് പറയുന്നത് n greater than or equal to 1 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ പെട്ടെന്ന് പറയുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇത് ഡാറ്റാ സ്ട്രക്ചറിലെ വെരി ബേസിക് ആയിട്ടുള്ള എനി ഹൗ ഡാറ്റാ സ്ട്രക്ചറിൽ എല്ലാ അൽഗോരിതത്തിന്റെയും എന്ത് ചെയ്യുക? ടൈം കോംപ്ലക്സിറ്റി പഠിച്ചു വെക്കുക. കാരണം എനി ഹൗ ഏതെങ്കിലും രീതിയിൽ ടൈം കോംപ്ലക്സിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുള്ളത് ഷുവർ ആണ്. ഓക്കെ, സോ വേഗം പറഞ്ഞേ എന്തായിരിക്കും? എന്തൊക്കെയാണ് നമ്മുടെ അൽഗോരിതംസ് കൊടുത്തത്? ഇൻസേർഷൻ സോർട്ട്, ബൈനറി സെർച്ച്, ക്വിക്ക് സോർട്ട്, സെലക്ഷൻ സോർട്ട്. യെസ്, ഇതൊക്കെ നമ്മുടെ വെരി ബേസിക് ആയിട്ടുള്ള അൽഗോരിതംസ് ആണ്. മോറോർലെസ് നിങ്ങൾക്ക് ഇത് എന്തായാലും അറിയുന്നതായിരിക്കും. വേഗം പറഞ്ഞേ. ഓക്കെ, ഞാൻ ഓപ്ഷനിലേക്ക് പോവാം. യെസ്, അവർ ഓപ്ഷൻ ഈസ് യെസ്, ദീസ് ആർ അവർ ഓപ്ഷൻസ്. ഏതായിരിക്കും ആൻസർ? വേഗം നോക്കി പറഞ്ഞേ. യെസ് യെസ്, യുവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. എങ്ങനെയാണ് 4 വന്നത്? ഓക്കെ, സോ ടൈം കോംപ്ലക്സിറ്റി ഇൻസേർഷൻ സോർട്ട് n-1 ആണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബൈനറി സെർച്ച് log n ആണ്, അത് നമുക്കറിയാം. ക്വിക്ക് സോർട്ട് n log n ആണ്. ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട് ഇതൊക്കെ ഏകദേശം ടൈം കോംപ്ലക്സിറ്റീസ് സെയിം ആണ്. ഓക്കെ, അത് ബെസ്റ്റ് കേസ്, ആവറേജ് കേസ് അതും ഉണ്ട്. അതും കൺസിഡർ ചെയ്യണം. ഒരൊറ്റ ടൈം കോംപ്ലക്സിറ്റി മാത്രം പഠിച്ചു വെക്കരുത്, അതും കൺസിഡർ ചെയ്യണം. ഓക്കെ, സെലക്ഷൻ സോർട്ട് എന്ന് പറയുമ്പോൾ സെലക്ഷൻ സോർട്ട് എന്ന് പറയുമ്പോൾ ബിഗ് ഓഫ് എന്താണ്? n² ആണ്. ഓക്കെ, ഇതിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടാവില്ല എന്ന് കരുതുന്നു. കാരണം ഇതൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമില്ല. ക്ലാസ്സിൽ ഓൾറെഡി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കിട്ടിയതാണ്. റൈറ്റ്? യെസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ആൾട്ടർനേറ്റീവ് കീ ഇൻ എ ഡാറ്റാബേസ് ടേബിൾ. ഡാറ്റാബേസ് ടേബിളിലെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കീ ഏതാണ് എന്ന് എന്താണ് പറയുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് പ്രൈമറി കീ, സെക്കൻഡ് കാൻഡിഡേറ്റ് കീ, തേർഡ് സൂപ്പർ കീ ആൻഡ് ഫോർത്ത് വൺ ഇസ് ഫോറിൻ കീ. യെസ്, ഏതായിരിക്കും ഓപ്ഷൻ? വേഗം പറഞ്ഞേ. Your option will be yes. ഇത്രയും ഡൗട്ട് ഉണ്ടോ? ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ DBMS-ലെ? സോ നമ്മുടെ ഓപ്ഷൻ ആണ് ഓപ്ഷൻ നമ്പർ 2, കാൻഡിഡേറ്റ് കീ. ഓക്കെ, സോ ആൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാബേസിലെ അത് എന്താണ്? ആക്ച്വലി കാൻഡിഡേറ്റ് കീ ആണ്. because it is not chosen as a primary key. So candidate keyയും primary keyയും വ്യത്യാസമുണ്ട് അല്ലെ? സോ primary key എന്ന് പറയുന്നത് എന്താ വെച്ചാൽ യുണീക്ക് ഐഡന്റിഫയർ ആണ്. ഇപ്പൊ നമ്മൾ ഒരു ടേബിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ ഓക്കെ, സോ സപ്പോസ് നമ്മുടെ ഒരു ടേബിളിനകത്തുള്ള ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും അല്ലെ? സോ ഈ ഡാറ്റാസിൽ യുണീക്കലി സപ്പോസ് നമ്മളിപ്പം ഒരു കമ്പനി ആണെങ്കിൽ കമ്പനി ID ഉണ്ടാവും അല്ലെ? കമ്പനിയുടെ എന്താ പറയാ നെയിം അല്ലെങ്കിൽ എംപ്ലോയി നെയിം. സോ ഈ ഒരു കമ്പനി ID അല്ലെങ്കിൽ എംപ്ലോയി ID വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റെക്കോർഡ് നമുക്ക് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? പ്രൈമറി കീ എന്ന് പറയും. ഓക്കെ, ഇനി കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫീൽഡ് ദാറ്റ് ക്യാൻ യുണീക്ലി ഐഡന്റിഫൈ ഈച്ച് റെക്കോർഡ്. വൺ ഓഫ് ദം ബിക്കം എ പ്രൈമറി കീ. ആക്ച്വലി നമുക്കൊരു സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് കീ ഉണ്ട്. ഓക്കെ, ഈ കാൻഡിഡേറ്റ് കീയിൽ നിന്ന് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈമറി കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത് എന്താണ്? എനി ഓഫ് ദ റിമൈനിങ് കാൻഡിഡേറ്റ് കീ ആർ നോട്ട് സെലക്ടഡ് ആസ് ദി പ്രൈമറി കീ. സോ നമ്മുടെ മൊത്തം കാൻഡിഡേറ്റ് കീയുടെ ഒരു ലിസ്റ്റിൽ ഒന്നെടുത്ത് നമ്മൾ എന്താക്കി? പ്രൈമറി കീ ആക്കി വെച്ചു. ബാക്കിയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിലൊന്നും ഒരുപാട് എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമില്ല, കാരണം ക്ലാസ്സിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയതാണ് നോട്ട്സ്. യെസ്, അടുത്തത് സൂപ്പർ കീ ആണ്. സൂപ്പർ കീ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ സൂപ്പർ ആണ്, അതായത് ഒന്നിൽ കൂടുതൽ കീസ് അവിടെ വരും.
Okay, so super key എന്ന് പറയുന്നത് set of one or more column that can uniquely identify a record. So ഒന്നിൽ കൂടുതൽ എന്താണ് column names വെച്ച് നമുക്ക് ഒരു record കിട്ടുന്നതിനാണ് super key എന്ന് പറയുന്നത്. Foreign key എന്ന് പറയുന്നത് എന്താണ്, അതായത് a field in one table that refers to the primary key in another table. So നമുക്ക് ഒരു table ഉണ്ട്, ആ രണ്ട് tables ഉണ്ട്. So ഒരു ടേബിളിലെ primary key എന്ന് പറയുന്നത് ഒരു ടേബിളിലെ primary key മറ്റൊരു ഇതിലെ foreign key ആയിരിക്കും. അപ്പൊ ഈ ഒരു ടേബിളിൽ ഇത് വെച്ചിട്ട് സപ്പോസ് ഇത് കമ്പനി ഐ ഡി ആണ് വിചാരിക്കും. സോ ഇത് ഈ ഒരു കമ്പനി ഐ ഡി വെച്ച് ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ സപ്പോസ് നമ്മുടെ ട്രിപ്പിന്റെ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണം. സോ ഇത് വെച്ച് നമ്മൾ വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ഇത് നിങ്ങളുടെ കമ്പനി ഡീറ്റെയിൽസ് ആണ്, ഇത് നമ്മുടെ ട്രിപ്പ് ഡീറ്റെയിൽസ് ആണ്. സോ കമ്പനിയുടെ ഐ ഡി വെച്ച് ഞാൻ വേറെ ഒന്ന് ക്രിയേറ്റ് ചെയ്തു. സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോറിൻ കീ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് ഈസ് ഓർ ആർ പ്ലാനാർ. സോ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അതായത് അവിടെ എഡ്ജസ്, അതായത് നമ്മുടെ എന്താ പറയാ എഡ്ജസ് ക്രോസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഡി, നെക്സ്റ്റ് സി. സോ ഒന്ന് അനലൈസ് ചെയ്തിട്ട് പറയണം ഇതിൽ ഏതൊക്കെ ഗ്രാഫ് ആണ് പ്ലാനാർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, നോട്ട് ചെയ്തല്ലോ, ഇതായിരിക്കും ആൻസർ. സോ യുവർ ഓപ്ഷൻസ് ക്യാൻ ബി എ ആൻഡ് സി, ബി ഓൺലി, എ ഓൺലി, എ ആൻഡ് ബി. സോ ഇതിൽ ഏത് ഓപ്ഷൻസ് ആയിരിക്കും വരിക, പറഞ്ഞു, ഇതിൽ ഏത് ഓപ്ഷൻസ് ആയിരിക്കും വരിക? യെസ്, യെസ്, യുവർ ഓപ്ഷൻ ഇസ് എ ആൻഡ് ബി. എന്തുകൊണ്ടാണ് എ ആൻഡ് ബി വന്നത്? എ ആൻഡ് ബി വരാൻ കാരണം അത് നമുക്ക് എന്താണ് പ്ലാനാർ. ഓക്കെ, സോ പ്ലാനാർ ഗ്രാഫ് എന്ന് പറയുന്നത് is the one that can be drawn on a plane without any of its edges crossing each other. സോ ഒരു പ്ലാനാർ ഗ്രാഫിൽ നമുക്ക് അതിന്റെ എഡ്ജസ് ഒരിക്കലും ക്രോസ് ചെയ്യാൻ പറ്റില്ല വിത്തൗട്ട് ക്രോസിങ് എനി എഡ്ജസ്. ഓക്കെ, സോ എ എന്ന് പറയുന്ന ഗ്രാഫ് നമുക്കറിയാം ഇങ്ങനെയായിരുന്നു അല്ലെ, ആ ഗ്രാഫ് വന്നത് ഇത് എങ്ങനെയാണ്, യെസ് ഇങ്ങനെയാണ്. സോ ഈ ഒരു ഗ്രാഫിന്റെ പ്രത്യേകത, ഇറ്റ് ഇസ് പ്ലാനാർ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ വിതൗട്ട് ക്രോസിംഗ് ദി എഡ്ജസ്. എഡ്ജസ് കംപ്ലീറ്റ്ലി ക്രോസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇത് നമ്മൾ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിലേക്ക് ഒരു ലൈൻ വരുന്നത്. ഇനി രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ത്രൂ ദ ഡെൻസ്. ഓക്കെ, സോ അതൊരു പ്ലാനാർ ആണ്, അതൊരു ഡെൻസ് ഗ്രാഫ് ആണ് ബിക്കോസ് ഒരുപാട് ലൈൻസ് അതിൽ വരുന്നുണ്ട്. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ എ 5 vertices ഉണ്ട്. സോ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 5 vertices നമ്മൾ K5 എന്ന് റെപ്രസെന്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എക്സീഡിങ് ദാറ്റ്, ഇറ്റ് ഈസ് സ്റ്റിൽ drawable in a plane without edge intersections. ഓക്കെ, ആ ഒരു എഡ്ജിൽ, അതായത് ആ ഒരു വെർട്ടിസസ് പോയിന്റ്സിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത്, ആ ഒരു ഇന്റർസെക്ഷൻസ് വരുന്നത്. സോ ഗ്രാഫ് ബി എന്ന് പറയുന്നതും പ്ലാനാർ ആണ്. ഇനി ഗ്രാഫ് സി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു സബ് ഗ്രാഫ് ഹോമോമോർഫിക് എന്തുണ്ട് അവിടെ, അതായത് അവിടെ K33 എന്നുള്ള രീതിയിലാണ്. സോ അതൊരു ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ബൈപാർട്ടൈറ്റ് ഗ്രാഫിനെയാണ് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് എ പ്ലാനാർ. സോ അക്കോർഡിംഗ് ടു അവർ തിയറം, സോ അത് തേർഡ് വൺ എന്ന് പറയുന്ന പ്ലാനാർ ആവില്ല, കാരണം അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ആണ്. ഓക്കെ, യെസ്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ. സോ ഇത് നമ്മുടെ പ്രോഗ്രാമിംഗിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ട്രൂ ആണ്. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ കറക്റ്റ് ഉള്ളത് മാത്രം പോയിട്ട് ക്ലിക്ക് ചെയ്ത് തെറ്റിക്കരുത്. ഓക്കെ, സോ നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ തെറ്റായിട്ടുള്ളത് തന്നെ പോയിട്ട് ക്ലിക്ക് ചെയ്യണം. സോ അതിൽ വന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, എ ഡാറ്റ മെമ്പർ ഓഫ് എ ക്ലാസ് ക്യാൻ ബി ഡിക്ലെയർഡ് ആസ് സ്റ്റാറ്റിക് ആൻഡ് ഇസ് നോർമലി യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദ വാല്യൂ കോമൺ ടു ദി എൻറ്റയർ ക്ലാസ്. ഓക്കെ, ഓർക്കുക, ഒരു നമ്മുടെ എന്താ പറയാ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് വരാം. സോ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എ ഫ്രണ്ട് ഫംഗ്ഷൻ ക്യാൻ ബി ഇൻവോക്ഡ് ലൈക്ക് എ നോർമൽ ഫംഗ്ഷൻ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എനി ഓബ്ജക്ട്. ഓക്കെ, ഇതാണോ? അടുത്തതിലേക്ക് പോവാം. ദ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ക്യാൻ ബി ഓവർലോഡഡ് ലൈക്ക് നോർമൽ ഓപ്പറേറ്റേഴ്സ്. Then fourth statement, multiple inheritance may lead to duplication of inherited members from a grandparent base class. So this may avoided by making the virtual base class. So ഇത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതിൽ നിങ്ങൾ പറയണം ഏതാണ് നോട്ട് ട്രൂ. തെറ്റിക്കരുത്. എന്താണ് ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് നോക്കുക, എന്തിനാണ് ഒരു ക്ലാസ്സിലെ ഡാറ്റ മെമ്പറിന്റെ യൂസ്. ദെൻ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നിങ്ങൾക്ക് കണ്ടറിയാം. യെസ്, അത് കറക്റ്റ് ആണ്. ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന വേറൊരു ഒബ്ജക്റ്റിന്റെ യൂസ് ഇല്ലാതെ നോർമൽ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഇൻവോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
ദെൻ ഡാറ്റ മെമ്പേഴ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്തത് മെയിൻ ആയിട്ട് നമ്മുടെ എൻറ്റയർ ക്ലാസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് വാല്യൂസ്. സോ നമ്മുടെ ഓപ്ഷൻ ഏതാണ് തെറ്റ്? യെസ്, തേർഡ് ഓപ്ഷൻ ആണ്. So scope resolution operator can be overloaded like normal operators. So ആ ഒരു statement ആണ് ഇവിടെ wrong ആയിട്ട് വന്നത്. So this is your wrong statement. Rest are correct statement. Okay. So first ഇത്തത് correct ആണ്. Second എന്ന് പറയുന്നതും yes അതും correct ആണ്. Because front function നമുക്ക് normal ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു particular ആയിട്ടുള്ള ഒരു objectന്റെ യൂസ് ഇല്ല. Okay. Any scope resolution operator cannot be overloaded. Okay, നമ്മൾ അതിൽ പറഞ്ഞത് can be overloaded ആണ്. Scope resolution operator അതായത് 4 കുത്ത് വരുന്നത് cannot be overloaded ആണ്, തെറ്റിക്കരുത്. Because അതെന്താണ് അങ്ങനെ വരാൻ കാരണം? It is one of the few operators that are not allowed to be overloaded because it is essential for unambiguous access to the class members and global variable. So ഈ class members നെയും global variable നെയും നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നില്ല, unambiguous ആയിട്ടുള്ള access ആണ് അവിടെ വരുന്നത്. Okay. സോ അവിടെ ഓപ്പറേറ്റേഴ്സ് C++ൽ നമുക്ക് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസസിലും ചില ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ലാസ്റ്റ് ഓപ്പറേഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അല്ലെ. സോ അവിടെ വെർച്വൽ ഇൻഹെറിറ്റൻസ് ആണ്, കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ക്യാൻ ലീഡ് ടു ദി ആംബിഗ്വിറ്റിക്ക് കാരണമാകുന്നുണ്ട്, കാരണം ഒരേപോലെ തന്നെ ഉള്ളതിന് വരുന്നുണ്ട്. ഇനി ഡ്യൂപ്ലിക്കേഷൻ വെൻ ടു ബേസ് ക്ലാസ്സസ് ഇൻഹെറിറ്റഡ് ഫ്രം ദി സെയിം ബേസ് ക്ലാസ്. സോ എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് വരുന്നത്, സിറ്റുവേഷൻ ഏതാണ്, ഇതൊക്കെ നോക്കി വെക്കാം. ഓക്കെ, യെസ്, ഇത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏതായിരിക്കും വരിക? സോ given the following process with their times and the priority. So lower number ആണ് indicate ചെയ്യുന്നത് higher priority. ഇത്രയും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി the process burst time and priority നമുക്ക് തന്നിട്ടുണ്ട്. യെസ്, ഇത് വെച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ which of the following value of average waiting time using a priority scheduling. Priority scheduling algorithm യൂസ് ചെയ്തിട്ട് ആ ഒരു ടേബിളിന്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം കാണണം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്ന് ചെയ്ത് നോക്കിയേ വേഗം ഫാസ്റ്റ് ആയിട്ട്. യെസ്, ഓക്കെ, എന്താ ആൻസർ കിട്ടിയ? യെസ്, യുവർ ഓപ്ഷൻ ഇസ് 8.2. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് അൽഗോരിതം, നമ്മുടെ അൽഗോരിതത്തിനകത്തുള്ള ഓരോരോ പ്രോസസ്സസ്. നോക്കിയേ, സ്റ്റെപ്പ് 1 നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ അതിന്റെ പ്രയോറിറ്റി ബേസിസിൽ, അതായത് ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ അതിനെ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ പെർട്ടിക്കുലർലി ഒരു ഏതാണ് പ്രിമിറ്റീവ് ആണോ നോൺ പ്രിമിറ്റീവ് ആണോ എന്ന് പറയാത്തത് കാരണം നമ്മൾ അതിനെ നോൺ പ്രിമിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് P2 ആണ്. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴും ഈ ഒരു ടേബിൾ തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഗാന്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യാണ്. സോ ആദ്യം വരുന്നത് ഏതാണ്, P2 ആണ്. സോ P2 സ്റ്റാർട്ട് ചെയ്യുന്നത് 0 to 1. ഓക്കെ, ഇനി വരുന്നത് P5 ആണ്. P5ന്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. സോ 1 + 5 എത്ര വരും, 6. ദെൻ വരുന്നത് P1 ആണ്. P1ന്റെ ബേസ്റ്റ് ടൈം 10 ആണ്. 6 + 10 16. ഓക്കെ, ഇനി വരുന്നത് P3 ആണ്. P3 ആയതുകൊണ്ട് തന്നെ എത്രയാണ്, ബേസ്റ്റ് ടൈം 2 ആണ്. 16 + 2 18. ഓക്കെ, ഇനി വരുന്നത് P4 ആണ്. P4 എന്ന് പറയുന്നത് 1 ആണ്. സോ 18 + 1 എന്ന് പറഞ്ഞിട്ട് 19. ഓക്കെ, ഇങ്ങനെ ഇത്രയും ഗാന്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ മാക്സിമം പകുതി പണി കഴിഞ്ഞു. ഇനി നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാനേ ഉള്ളൂ. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോക്കിയേ, വെയിറ്റിംഗ് ടൈം എത്രയാണ്, ബേസ്റ്റ് ടൈം എത്രയാണെന്ന് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. സോ ടോട്ടൽ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 0 + 1 + 16 + 18. സോ ഇത് ടോട്ടൽ വെയിറ്റിംഗ് ടൈം ആണ്. ആവറേജ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് പ്രോസസ് ആയിട്ടുള്ള 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ യുവർ ആവറേജ് വെയിറ്റിംഗ് ടൈം ഇസ് 8.2. Got it? Yes. ഇനി ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ കൺകറൻസി കൺട്രോൾ ദ ഫാൻഡം പ്രോബ്ലം മേ ഒക്കർ. കൺകറൻസി കൺട്രോളില് ഫാൻഡം പ്രോബ്ലംസ് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്, അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. സോ എപ്പോഴായിരിക്കും? 4 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ
ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ റെക്കോർഡ്സ് ആർ ഡിലീറ്റഡ്, മൂന്നാമത്തെ ഓപ്ഷൻ റെക്കോർഡ്സ് ആർ മോഡിഫൈഡ്, 4 റെക്കോർഡ്സ് ആർ ഇൻഡെക്സ്ഡ്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞേ ഏതായിരിക്കും ഓപ്ഷൻ വരിക. യെസ്, അതായത് ഫാൻഡം പ്രോബ്ലം ആണ് കൺകറൻസി കൺട്രോളിലുള്ള. അപ്പൊ എന്താണ് കൺകറൻസി? ഓക്കെ, അതിൽ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്യുമ്പോഴാണോ, ഡിലീറ്റ് ചെയ്യുമ്പോഴാണോ, മോഡിഫൈ ചെയ്യുമ്പോഴാണോ, ഇൻഡെക്സ് ചെയ്യുമ്പോഴാണോ? യെസ്, എന്തായിരിക്കും ആൻസർ വരിക? യെസ്, ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് കൺകറൻസി കൺട്രോളിൽ ഈ ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഫാൻഡം പ്രോബ്ലം, അത് എങ്ങനെയാണ് അറൈസ് ചെയ്യുന്നത് നോക്കാം. സോ ദ ഫാൻഡം പ്രോബ്ലം occurs in concurrency control when a transaction read a set of rows that does satisfy where condition. സോ അതായത് where condition, ഇപ്പൊ നമ്മളൊരു ട്രാൻസാക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് where in a particular condition ഉണ്ടാവും. ആ പെർട്ടിക്കുലർ കണ്ടീഷനിലായിരിക്കും ആ ഒരു ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ബൈ കോഡ് വൈസ് നമ്മൾ പറയുമ്പോൾ, സോ another transaction inserts new rows that also satisfy the same condition. സോ പുതിയ റോസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇത് പ്രോബ്ലം വരുന്നത്. സോ ഇഫ് ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ റീ എക്സിക്യൂട്ട് ദ ക്വറി ആൻഡ് ഇറ്റ് സീസ് ഫാൻഡം റോസ്, അതായത് ഒരു ട്രാൻസാക്ഷൻ അവിടെ ഉണ്ട്, വേറൊരു ട്രാൻസാക്ഷൻ അതായത് ന്യൂ റോ നമ്മൾ കൊണ്ടുവരുമ്പോൾ, അതായത് സെയിം അതായത് ഫസ്റ്റ് ട്രാൻസാക്ഷനില് ട്രാൻസാക്ഷൻ 1 ഒരു വേർ കണ്ടീഷൻ ഉണ്ട് ആൻഡ് ന്യൂ ട്രാൻസാക്ഷൻ T2 ഞാൻ ആഡ് ചെയ്യുമെങ്കിൽ അതും എന്ത് ചെയ്യണം, ഈ സെയിം വേർ കണ്ടീഷനിലാണ് എന്ത് ചെയ്യുന്നത്, അതും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ട്രാൻസാക്ഷൻ അവിടെ റീ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, സപ്പോസ് ആ ക്വറീനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫാൻഡം റോസ് ഉണ്ട് that were not there before even though the data it's read earlier hasn't changed directly. സോ അവിടെ ഓൾറെഡി ഒരു ഡാറ്റ അത് വീണ്ടും റീ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. സോ അത് എന്ത് ചെയ്യുന്നില്ല, അത് വീണ്ടും ചേഞ്ച് ചെയ്യുന്നില്ല, ഡയറക്ട്ലി അതിനെ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, സോ അതാണ് നമ്മുടെ കൺകറൻസി കൺട്രോളിൽ വരുന്ന പ്രശ്നം. കാരണം ഈ ഒരു സെയിം വേർ കണ്ടീഷനിൽ തന്നെ കൂടുതൽ ട്രാൻസാക്ഷൻസ് വരുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലംസ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, so the issue is commonly addressed by higher isolation levels like സീരിയലൈസബിൾ. നമുക്കറിയാം സീരിയലൈസബിൾ ഉണ്ട്, നോട്ട് സീരിയലൈസബിൾ ഉണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെ പല പല എന്താ പറയാ പ്രശ്നങ്ങൾ, അതായത് പ്രോബ്ലംസ് വരുന്നുണ്ട്, അതിന്റെ സൊല്യൂഷൻസും വരുന്നുണ്ട്. സോ അതിൽ വരുന്ന ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നതാണ് ഫാൻഡം വരുന്നത്, ഫാൻഡം പ്രോബ്ലം. ഓക്കെ, അവിടെ പ്രെഡിക്റ്റബിൾ, ഓക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ട് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ലോക്കിംഗ് വരുന്നുണ്ട്, 2-way ലോക്കിംഗ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ പിന്നെ നമ്മൾ അതിൽ സീരിയലൈസബിൾ ആണോ, വ്യൂ സീരിയലൈസബിൾ ആണോ, അങ്ങനെ കുറെ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതും വെരിഫൈ ചെയ്യാം. സോ ഫാൻഡം പ്രോബ്ലംസ് ആർ അറൈസസ് വെൻ ദ റെക്കോർഡ്സ് ആർ ഇൻസേർട്ടഡ്. ഓക്കെ, സോ റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് മാക്സിമം ഇങ്ങനത്തെ ഫാൻഡം പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. സോ ആക്ച്വലി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ട്രാൻസാക്ഷൻ തൊട്ട് കൺകറൻസി കൺട്രോൾ. കാരണം കൺകറൻസി കൺട്രോളിൽ മാക്സിമം സ്റ്റേറ്റ്മെന്റ് ബേസിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതിലെ 2-way ലോക്കിങ്ങും 2-phase ലോക്കിങ്, അങ്ങനെ ആ ഒരു ലോക്കിങ്ങിന്റെ ഏരിയാസ് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിൽ ചോദിക്കാനുള്ള ചാൻസസ് ഉള്ള ഏരിയ ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അനദർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ see you in the next class. So I'll be coming with another set of question. Okay, see you, thank you so much.